പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പറഞ്ഞ 63 മണ്ഡലങ്ങൾ, അതിൽ 21 മണ്ഡലങ്ങൾ കോൺഗ്രസ് എംഎൽഎമാർ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. ശേഷിക്കുന്ന 42 സീറ്റുകൾ, അതാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ വി.ഡി. സതീശൻ പറഞ്ഞ UDFന് വിജയ സാധ്യതയുള്ള മണ്ഡലം. അതിൽ കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ 13 സീറ്റുകളാണുള്ളത്. 5000 വോട്ടിന് താഴെ ഭൂരിപക്ഷത്തിന് LDF ജയിച്ച മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം, ആ മണ്ഡലങ്ങൾക്ക് ഓരോ ചുമതലക്കാരെ നിശ്ചയിക്കണം. ഇതായിരുന്നു വി.ഡി. സതീശന്റെ നിർദ്ദേശം. അതിനെയാണ് AP അനിൽകുമാർ ചോദ്യം ചെയ്തത്, ഈ കണക്ക് എവിടുന്ന് കിട്ടി എന്ന്. ഇനിയിപ്പോൾ നമുക്ക് എറണാകുളം മുതൽ ഇങ്ങോട്ടുള്ള ശേഷിക്കുന്ന 7 ജില്ലകളിൽ ഏതൊക്കെ മണ്ഡലമാണ് വി.ഡി. സതീശൻ ഉദ്ദേശിച്ചത്? പ്രധാനമായും 5000 വോട്ടിന് താഴെ എന്ന് വെച്ചാൽ നേരിയ വോട്ടിന് LDF ജയിച്ച മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ജയിക്കാൻ കഴിയുമെന്നതാണ് വി.ഡി. സതീശന്റെ തിയറി. കാരണം LDFന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിട്ട് പോലും ചെറിയ വോട്ടിന് LDF ജയിച്ച സീറ്റുകളിൽ ഇത്തവണ ഭരണവിരുദ്ധ വികാരം നന്നായി മുതലെടുത്ത് പ്രവർത്തിച്ചാൽ ജയിക്കാൻ കഴിയും എന്നാണ് വി.ഡി. സതീശന്റെ തിയറി. അതിനുവേണ്ടി വി.ഡി. സതീശൻ തന്നെ കണക്ക് കൂട്ടിയെടുത്ത മണ്ഡലങ്ങളിൽ ഒന്ന് ഇടുക്കി ജില്ലയിൽ മൂന്നാർ മണ്ഡലം. എ രാജ ജയിച്ച ഭൂരിപക്ഷം 7000 വോട്ടിനാണ്, 7848 വോട്ടിനാണ്. ഈ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ ജയിക്കാൻ കഴിയും എന്നാണ് വി.ഡി. സതീശന്റെ കണക്കുകൂട്ടൽ. അത് കഴിഞ്ഞാൽ ഇടുക്കി മണ്ഡലം റോഷി അഗസ്റ്റിൻ 5573 വോട്ടിന് ജയിച്ച ഇടുക്കി മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് വി.ഡി. സതീശന്റെ കണക്കുകൂട്ടൽ. അതോടൊപ്പം തന്നെ പീരുമേട് മണ്ഡലം വാഴൂർ സോമൻ LDF സ്ഥാനാർത്ഥി CPI നേതാവ് ജയിച്ച പീരുമേട് മണ്ഡലം 1835 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. 1835 വോട്ടിന്റെ അവിടെ ഒന്ന് കേന്ദ്രീകരിച്ചാൽ ഉറപ്പായും ജയിച്ചു വരാൻ കഴിയും എന്നാണ് വി.ഡി. സതീശന്റെ കണക്കുകൂട്ടൽ. ഇനിയിപ്പോൾ കോട്ടയം ജില്ലയിലേക്ക് വന്നാൽ ചങ്ങനാശ്ശേരി ജോബ് മൈക്കിൾ ജയിച്ച മണ്ഡലം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ MLA ആണ് ജോബ് മൈക്കിൾ. അദ്ദേഹം 6059 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ആ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് കണക്ക് കൂട്ടുന്നു വി.ഡി. സതീശൻ. ശേഷിക്കുന്ന LDF ജയിച്ച മണ്ഡലങ്ങൾ വൈക്കം, ഏറ്റുമാനൂർ, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ. ഈ മണ്ഡലങ്ങളിൽ കാരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDFനോടൊപ്പം വന്ന ശേഷം കോട്ടയം ജില്ലയിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ LDFന് കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാം അത് കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെയാണ് മാണി ഗ്രൂപ്പിനെ UDFലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ UDF ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. KPCC പ്രസിഡന്റ് K. സുധാകരൻ ഇന്ന് മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലും പറയുന്നുണ്ട്, കേരള കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. ഏത് നേതാക്കളുമായിട്ടാണ് ചർച്ച നടക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ജോസ് കെ മാണി എന്നാൽ നേരത്തെ തന്നെ ഇത്തരം ചർച്ചകൾ നിഷേധിച്ചിട്ടുണ്ട്. അത്തരമൊരു ചർച്ചയും നടക്കുന്നില്ല. LDFന്റെ ഭാഗമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, അവിടെ തന്നെ ഉറച്ചു നിൽക്കും എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും എങ്ങനെയെങ്കിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത് കോട്ടയം ജില്ലയിൽ നഷ്ടപ്പെട്ട സീറ്റുകൾ തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ വൈക്കം, ഏറ്റുമാനൂർ, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ എന്നീ മണ്ഡലങ്ങൾ LDFനോടൊപ്പം ഇപ്പോൾ നിൽക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കൂടി LDFൽ നിന്ന് UDFലേക്ക് വന്നാൽ നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിയും എന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. അതിനുശേഷം ആലപ്പുഴ ജില്ല അരൂർ ദലീമ ജോർജ് ജയിച്ച 7013 വോട്ടിന് ജയിച്ച ദലീമ ജോർജ് ജയിച്ച മണ്ഡലം ആലപ്പുഴ ജില്ലയിലെ അരൂർ. ചേർത്തല P. പ്രസാദ് ജയിച്ച 6148 വോട്ടിന് ജയിച്ച P. പ്രസാദ് ഇപ്പോൾ മന്ത്രി കൂടിയാണ്, CPI നേതാവാണ്. അദ്ദേഹം ജയിച്ച മണ്ഡലമുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടനാട് തോമസ് K. തോമസ് ജയിച്ച 5516 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് NCP നേതാവ് തോമസ് K. തോമസ് വിജയിച്ച മണ്ഡലം. അതോടൊപ്പം തന്നെ കായംകുളം മണ്ഡലം യു പ്രതിഭ 6298 വോട്ടിനാണ് ജയിച്ചത്. അവിടെയും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ജയിക്കാൻ കഴിയുമെന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. കാരണം ആലപ്പുഴയിൽ BJP നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് LDFനാണ് ദോഷം ചെയ്യുക. അതും കൂടി കണക്കിലെടുത്ത് ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ കൂടുതൽ സീറ്റ് ആലപ്പുഴ ജില്ലയിൽ നേടാൻ കഴിയും എന്നാണ് വി.ഡി. സതീശന്റെ കണക്കുകൂട്ടൽ. പത്തനംതിട്ടയ്ക്ക് വന്നാൽ റാന്നി മണ്ഡലം പ്രമോദ് നാരായണൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവ് ജയിച്ചത് വെറും 1285 വോട്ടിനാണ്. 1285 വോട്ടിന് സുഖമായി ജയിക്കാൻ കഴിയുമെന്ന് വി.ഡി. സതീശൻ കണക്കുകൂട്ടുന്നു. അതോടൊപ്പം അടൂർ മണ്ഡലം ചിറ്റയം ഗോപകുമാർ ജയിച്ച അടൂർ മണ്ഡലം 2919 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. ചിറ്റയം ഗോപകുമാറിന് CPI നേതാവ് ഡെപ്യൂട്ടി സ്പീക്കർ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയും. ആ മണ്ഡലവും തിരിച്ചുപിടിക്കാൻ കഴിയും എന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. അത് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ ചവറ സുജിത് വിജയംപിള്ള LDF സ്വതന്ത്രൻ ജയിച്ചത് വെറും 1096 വോട്ടിനാണ്. ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഉറപ്പായും കഴിയും. ഷിബു ബേബി ജോണിനെയാണ് സുജിത്ത് വിജയംപിള്ള തോൽപ്പിച്ചത് 1096 വോട്ടിന്. അത് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് കണക്കൂട്ടുന്നു. കുന്നത്തൂർ
കോവൂർ കുഞ്ഞുമോൻ ഏറെക്കാലമായി MLA ആണ് അദ്ദേഹം. കുന്നത്തൂർ മണ്ഡലത്തിൽ കോവൂർ കുഞ്ഞുമോന്റെ ഭൂരിപക്ഷം നന്നായി കുറക്കാൻ ഉല്ലാസ് എന്ന RSPയുടെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിരുന്നു. ഉല്ലാസിനെ തോൽപ്പിച്ചത്, കോവൂർ കുഞ്ഞുമോൻ തോൽപ്പിച്ചത് വെറും 2790 വോട്ടിനാണ്. LDFന്റെ പ്രത്യേകിച്ച് CPIMന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെയാണ് കോവൂർ കുഞ്ഞുമോന് വൻ തിരിച്ചടി ഉണ്ടായത്. ആ മണ്ഡലം ഒന്നുകൂടി ആഞ്ഞു ശ്രമിച്ചാൽ ജയിക്കാൻ കഴിയുമെന്ന് VD സതീശൻ കണക്കുകൂട്ടുന്നു. കൊല്ലം ജില്ലയിൽ മുകേഷ് മത്സരിച്ച് ജയിച്ച കൊല്ലം മണ്ഡലം നടൻ മുകേഷിന് ലഭിച്ച ഭൂരിപക്ഷം വെറും 2072 വോട്ടാണ്. അതും പിടിക്കാൻ കഴിയും എന്നാണ് VD സതീശൻ കണക്കുകൂട്ടുന്നത്. ഇനിയിപ്പോൾ തിരുവനന്തപുരത്തേക്ക് വന്നാൽ തിരുവനന്തപുരം മണ്ഡലം ആന്റണി രാജുവിന്റെ ഭൂരിപക്ഷം 7089 വോട്ടാണ്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന മണ്ഡലമാണ്. ഉറപ്പായും ജയിക്കാൻ കഴിയുമെന്ന് കണക്കുകൂട്ടുന്നു. അരുവിക്കര മണ്ഡലം G. സ്റ്റീഫനാണ്, CPIM നേതാവാണ്, ഇപ്പോൾ MLA. അദ്ദേഹം ജയിച്ചത് 5046 വോട്ടിന് മാത്രമാണ്. അങ്ങനെ തലസ്ഥാനം പിടിച്ചാൽ UDFന് ജയിക്കാൻ കഴിയും എന്നാണ്. ആരാണോ, ഏത് മുന്നണിയാണോ തലസ്ഥാന ജില്ലയിൽ മേധാവിത്വം സ്ഥാപിക്കുന്നത് അവർ കേരളം ഭരിക്കും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 2 വർഷവും നാം അത് കണ്ടതുമാണ്. അതുകൊണ്ട് തലസ്ഥാന ജില്ല വളരെ നിർണായകമാണ് എന്നാണ് VD സതീശൻ കണക്കുകൂട്ടുന്നത്. ഇങ്ങനെ 7 ജില്ലകളിൽ ആകെ 16 സീറ്റുകൾ, ആദ്യ റൗണ്ടിൽ നോട്ടമിടേണ്ട 16 സീറ്റുകൾ ഉണ്ട് എന്നാണ് കോൺഗ്രസിന്റെ VD സതീശന്റെ കണക്കുകൂട്ടൽ. ഈ മണ്ഡലങ്ങളിലെല്ലാം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും എന്നാണ് VD സതീശൻ രാഷ്ട്രീയ കാര്യസമിതിയിൽ പറഞ്ഞത്. പക്ഷേ ആ പ്രസംഗം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിനെതിരെ ചോദ്യം ഉയർന്നു വന്നു. VD സതീശനെ സംരക്ഷിക്കാൻ, VD സതീശനെ സഹായിക്കാൻ രാഷ്ട്രീയ കാര്യസമിതിയിൽ ഒരാൾ പോലും ഉണ്ടായില്ല എന്നോർക്കണം. AP അനിൽകുമാറാണ് ചോദ്യം ഉന്നയിച്ചത്. AP അനിൽകുമാർ KC വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ്. KC വേണുഗോപാൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് കൂടി ഓർക്കണം. എന്ന് വെച്ചാൽ ഹൈക്കമാൻഡിന്റെ പ്രതിനിധിയായ KC വേണുഗോപാലിന്റെ അനുവാദത്തോടു കൂടിയാണ് VD സതീശനെതിരെ AP അനിൽകുമാർ രംഗത്ത് വന്നത് എന്ന ചർച്ച കോൺഗ്രസിനകത്തുണ്ട്. VD സതീശനെ ഹൈക്കമാൻഡും കൈവിട്ടോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് കോൺഗ്രസിന് ഏറ്റവും വലിയ തലവേദനയായി മാറുക. അത് പരിഹരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. അത്രയും ഭിന്നത ഇപ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് വേണ്ടേ ഈ പുതിയ തിയറി അവതരിപ്പിച്ച് ആ മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് ആളെ നിശ്ചയിച്ച് പ്രവർത്തിച്ച് ജയിക്കാൻ കഴിയുക? ഈ ചോദ്യം കോൺഗ്രസ്സുകാർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും 42 സീറ്റ് വിജയിക്കാൻ കഴിയുമെന്ന് കണക്ക് കൂട്ടുന്ന 42 സീറ്റ്, ആ സീറ്റ് ഏതൊക്കെ എന്ന കണക്ക് VD സതീശൻ സ്വന്തമായി തന്നെ കണക്ക് കൂട്ടി എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഏജൻസി അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടോ എന്ന വിവരം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. എന്നിരുന്നാലും 42 സീറ്റ് പുതുതായി ജയിക്കണം. നേരത്തെ ജയിച്ച 21 സീറ്റ് നിലനിർത്തണം. അതേപോലെ മുസ്ലിം ലീഗിന്റെ സീറ്റുകൾ, ഇപ്പോഴുള്ള സീറ്റുകൾ അതുപോലെ നിലനിർത്തണം. അതുമാത്രമല്ല ആ സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാലേ UDFന് സാധ്യതയുള്ളൂ എന്നാണ് UDF നേതാക്കൾ തന്നെ കരുതുന്നത്. ഏതായാലും VD സതീശന്റെ റിപ്പോർട്ട് VD സതീശന് തന്നെ തിരിച്ചടിയായി മാറുന്നു, കോൺഗ്രസിനും തിരിച്ചടിയായി മാറുന്നു, UDFനും തിരിച്ചടിയായി മാറുന്നു എന്നർത്ഥം. ഈ 42 സീറ്റുകൾ ജയിച്ചാൽ മാത്രം പോരാ, നിലവിലുള്ള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുകയും വേണം. ലീഗിന്റെ സീറ്റ് നിലനിർത്തുക മാത്രമല്ല കുറച്ച് മുന്നോട്ട് പോവുകയും വേണം. ഇതെല്ലാം ടാസ്കാണ്. കേരളത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതൊക്കെ നടക്കുമോ എന്ന ചോദ്യമാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ ചോദിക്കുന്നത്. അതിന്റെ ഒരു ബഹിസ്ഫുരണമായിരുന്നു AP അനിൽകുമാറിന്റെ ചോദ്യം രാഷ്ട്രീയ കാര്യസമിതിയിൽ.